ഹായ് സുഹൃത്തുക്കളെ, ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ മിഞ്ഞാന്ന് കാണിച്ചിരുന്ന സ്ലാബ് ഇന്ന് കോൺക്രീറ്റ് ചെയ്യാട്ടോ. ഏറ്റവും ഹൈറ്റിലാണ്, അതായത് രണ്ടാം നിലൻ്റെ രണ്ടാം സെക്ഷനാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാണ് നിങ്ങൾ, അതായത് ഇടുക്കി കട്ടപ്പനയ്ക്ക് നോക്കിയ മഴയ്ക്കുള്ള വ്യൂ ആണ്. അതായത് മനോഹരമായ ചുറ്റുഭാഗം മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്. അതായത് സൂം ചെയ്ത് നോക്കുമ്പോൾ നേരെ അപ്പുറത്തെ മലയിലുള്ള വീടുകളാണ് ഈ കാണുന്നത്. ഇന്ന് നമുക്ക് ചെയ്യേണ്ട ഈ ഏരിയകളൊക്കെ ഉണ്ട് ചെയ്യേണ്ടത്. അതായത് ഡൈനിങ് ഹാളിൻ്റെ ഭാഗമാണ് നമുക്ക് ചെയ്യേണ്ടത്. ലെവലിങ്ങിൻ്റെ നൂലും കാര്യങ്ങളൊക്കെ അളവെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഏരിയ ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കോണി വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ആരംഭിക്കാൻ പോവാണ് കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു. മഴ കാരണം കുറച്ച് ലേറ്റായി പോന്നിട്ടുണ്ട്. ഇത് ഇന്നലെ ചെയ്യേണ്ട സ്ലാബായിരുന്നു. ഇന്നലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിൻ്റെ കാരണത്താൽ മെറ്റൽ കിട്ടില്ലായിരുന്നു. മെറ്റൽ കിട്ടാത്തതിൻ്റെ കാരണത്താൽ ഇന്ന് കോൺക്രീറ്റ് ആക്കി കേട്ടോ. ഈ ഭാഗമാണ് നമുക്ക് കട്ടൗട്ട് വരുന്ന ഭാഗം, ഓവർ ഹൈറ്റ് വരുന്ന ഭാഗം. ഇവിടെ നമ്മൾ ഒരു 4-5 വരി പെട്ടെന്ന് ജാനി കെട്ടി സെറ്റാക്കും. നേരെ ഇപ്പോഴത്തെ റൂമിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ വർക്കേഴ്സ് അടിയിൽ പണിയെടുക്കാണ്ടില്ലെങ്കിൽ ആ ഭാഗം നമ്മൾ ഫുൾ ഓപ്പണാക്കി ഇട്ടതിന് ശേഷം അവിടെ ഇരിക്കാനുള്ള ചാരുപടി മൈക്കുള്ള സംഗതി അടിച്ചു കൊടുക്കുകയാണ്. ഈ ഭാഗം മൊത്തം ഗ്ലാസ് ഇട്ട് ലെവൽ ചെയ്താണ് ഇങ്ങനെ സെറ്റ് ആവട്ടോ. അതായത് പുറത്ത് നോക്കുമ്പോൾ ഫുൾ ഗ്ലാസ് കയറാൻ കാണാം. ആ ഏരിയ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ മനോഹരമായിട്ട് കോൺക്രീറ്റ് പോട്ടോ. വീണ്ടും ഞാൻ ആ വ്യൂ കാണിച്ചതാണ്. അതായത് അടിപൊളിയായിട്ടുള്ള വ്യൂ കാണിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില വീടിൻ്റെ നിറവിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുള്ള കാഴ്ചകളുണ്ടാവും. ആ കാഴ്ചപ്പെട്ട നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഇതിൻ്റെ പ്രത്യേക ബാൽക്കണി നമുക്ക് ആ മലമുകളിലേക്കായിട്ട് ബാൽക്കണി മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയ നമ്മൾ വാർക്കുന്ന ഏരിയ. സ്പാനൊക്കെ മഴക്കാലമാണ്, നല്ല ശ്രദ്ധിച്ച് മുട്ടുകൊടുക്കുക. ഹൈറ്റുള്ള ഭാഗത്ത് നമ്മൾ മുട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മുട്ട്, അതായത് വൈഡാക്കിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് വൈഡാക്കി കൊടുത്തേക്കാം കേട്ടോ. അതായത് മഴക്കാലം ആയതുകൊണ്ട് മുട്ടുകൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കണം. അതായത് 1, 2, 3 എക്സ്ട്രാ വെച്ചാലൊന്നും പ്രശ്നമല്ല. കല്ലിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മുട്ട് കണ്ടിന്യൂ തന്നെ കൊടുക്കണം. ഓക്കെ.